ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിന്റെ പ്രദർശന നഗരിയിലെത്തുന്നവർക്ക് കൗതുകമാണ് ഫറോക്ക് പുറ്റേക്കാട് സ്വദേശിനി AK ഫസ്നയുടെ സ്റ്റോൾ. വരകൾ കൊണ്ടും കരവിരുതുകൊണ്ടും ഒരേ സമയം വിസ്മയം തീർക്കുന്ന കലാകാരി കൂടിയാണ് ഫസ്ന. ഫസ്നയുടെ വിശേഷങ്ങളുമായി റിയാസ് KM തയ്യാറാക്കിയ വാർത്ത കാണാം. ഒരേ സമയം തന്നെ കലാപരമായി പല കാര്യങ്ങളും ചെയ്യുന്ന ഒരാളുണ്ട് കോഴിക്കോട് ഫറോക്കിൽ. ആളിലേക്ക് വരും മുൻപ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. പെൻസിൽ ഡ്രോയിങ്, പെയിൻറ്റിങ്, ഒപ്പം തന്നെ അവരുടെ കരകൗശല വസ്തുക്കൾ തയ്യാറാക്കൽ, അതിലുപരി നല്ലൊരു എഴുത്തുകാരിയുമാണ്. മറ്റാരുമല്ല, ഫറോക്ക് സ്വദേശിയായിട്ടുള്ള AK ഫസ്നയാണ്. ഫസ്ന ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. ഫസ്ന ഇപ്പോൾ ഈ ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റാളിലാണുള്ളത്. ഈ സ്റ്റാളിൽ വന്നപ്പോഴാണ് ഫസ്നയുടെ ഒരു ബഹുമുഖമായ ഒരു പ്രതിഭ ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. എന്തൊക്കെയാണ്? ഇതിപ്പോൾ നമ്മൾ ക്രാഫ്റ്റ് ഐറ്റംസ് ആണ്. ക്രാഫ്റ്റും ആർട്ടും കൂടിയുള്ള യൂണിറ്റാണ് നമ്മളത്. അപ്പോൾ ഇപ്പോൾ ചെയ്ത് കൂടുതലായിട്ട് ക്രാഫ്റ്റ് ഐറ്റംസ് ആണ്. പിന്നെ ഓർഡർ എടുത്തിട്ടാണ് ബാക്കി പോർട്രേറ്റ് വർക്കുകൾ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ മെഹന്തി വർക്ക് ചെയ്യുന്നുണ്ട്, ഫേസ് പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് ഞാൻ എഴുതിയ ബുക്സാണ്. അതും കൂടി ഇത് രണ്ടാമത്തെ ബുക്സാണ്. ഫസ്റ്റത്തെ ബുക്സിൻ്റെ സ്റ്റോക്ക് തീർന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ ബുക്കാണ്. ബുക്കിൻ്റെ പേര് പള്ളിക്കാട്ടിലെ മാലാഖ എന്നാണ് അല്ലേ? പള്ളിക്കാട്ടിലെ മാലാഖ. ഫസ്റ്റ് ബുക്കിൻ്റെ പേര് ചെമ്പരത്തി എന്നായിരുന്നു. എൻ്റെ തൂലികാനാമം വരുന്നത് ചെമ്പരത്തിയാണ്. ഞാനൊരു വേൾഡ് റെക്കോർഡ് ഹോൾഡറും കൂടിയാണ്. 10 വേൾഡ് റെക്കോർഡ് എൻ്റെ പേരിലുണ്ട്. 5 വ്യക്തിപരമായിട്ടുള്ള വേൾഡ് റെക്കോർഡ്സും 5 ഗ്രൂപ്പ് ബേസിലും നേടിയിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഒരേ സമയം ചെയ്യുന്നുണ്ട് അല്ലേ? യഥാർത്ഥത്തിൽ എന്താ ജോലി? ഇതന്നെയാണ് ജോലി. ചിത്രകാരിയാണ്, എഴുത്തുകാരിയാണ്. ഇപ്പോൾ അത് ക്രാഫ്റ്റ് വർക്കും ഐറ്റംസ് ചെയ്യുന്നുണ്ട്. ഇതന്നെയാണ് ഫീൽഡ്, ഇതന്നെയാണ് വർക്ക്, ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ ഉത്തരവാദിത്ത ടൂറിസം പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടാണല്ലോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അത് സ്ത്രീകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഫസ്നയൊക്കെ എത്രമാത്രം ഇത് പ്രചോദനം തരും? തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രചോദനം ചെയ്തിട്ടുണ്ട്. കാരണം ഞാനൊരു ഓർത്തഡോക്സ് ഫാമിലിയാണ്, പ്രത്യേകിച്ച് ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. നമ്മൾ പുറത്തിറങ്ങുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വീട്ടിലത്താണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും അയ്യോ ഒരു മുസ്ലിം പെൺകുട്ടിയാണല്ലോ, എങ്ങനെ ചെയ്യുന്നത്, എങ്ങനെ പോകുന്നതെന്നൊക്കെ നമുക്കാണെങ്കിലും ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഇവരെ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. ആ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്കിത് ചെയ്യാനുള്ള ഒരു താല്പര്യം വന്നു, പുറത്തേക്ക് ഇറങ്ങാനുള്ള ധൈര്യം വന്നു. പിന്നെ ആളുകളിടയിലേക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് കുറേ ഐഡിയാസ് വന്നു. ഇങ്ങനെ ചെയ്താൽ മെച്ചമാണെന്ന് തോന്നി. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ബേപ്പൂർ ഫെസ്റ്റിൽ ഒരു സ്റ്റാളും കൂടി കിട്ടുമ്പോഴത്തേക്ക് അത് കുറേ ഗുണം ചെയ്യും. തീർച്ചയായിട്ടും നല്ല രീതിക്ക് ഉണ്ട്. കാരണം നമ്മളെ വർക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് കാര്യമില്ല. അത് പുറത്ത് ഇറങ്ങിയിട്ട് 4 ആൾക്കാർ കാണുമ്പോഴേ നമുക്കത് നമ്മൾക്ക് എന്തൊക്കെ കുറവുകളാണ് അതിലുള്ളത്, അല്ലെങ്കിൽ ഒരു സാധനം ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ വില എങ്ങനെയാണ് നമുക്ക് നിശ്ചയിക്കാൻ പറ്റുക. ഇതൊക്കെ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞ് നമ്മളൊരു സാധനം പുറത്ത് ഇറക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ നമുക്കതിൽ വരുന്ന മിസ്റ്റേക്കൊക്കെ. സത്യം പറഞ്ഞാൽ ഞങ്ങളത് വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവരെ ഒരു സ്റ്റാളും കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് ക്രിയേറ്റിവിറ്റി ആയിട്ട് കുറേ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടാവും. കാരണം ക്രിയേറ്റിവിറ്റിക്കാണ് മാർക്കറ്റ് എപ്പോഴും ഉണ്ടാവുക. എല്ലാവരും ഒരേപോലത്തെ സാധനങ്ങൾ ചെയ്താൽ നമുക്ക് കാര്യമില്ല. ഇപ്പോൾ ക്രിയേറ്റിവിറ്റി ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു ഇതും കൂടി ഇവരെ അതിന് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ വലിയൊരു ഉപജീവന മാർഗമായി മാറിയോ? തീർച്ചയായിട്ടും ഉപജീവന മാർഗ്ഗമാണ്. കൂടുതലായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചിത്രകാരിയാണ്. ഞങ്ങൾ പുറത്ത് പോയിട്ട് നല്ല രീതിക്ക് വർക്ക് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു വേൾഡ് റെക്കോർഡ് എന്നുള്ളൊരു പബ്ലിസിറ്റി കൂടി കിട്ടിയതുകൊണ്ട് നല്ല രീതിക്ക് വർക്കും കാര്യങ്ങളും ആ ബേസിലും കിട്ടുന്നുണ്ട്. ഓൾ ദ ബെസ്റ്റ്. ഇതാണ് ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് കൊണ്ടുള്ള മറ്റൊരു ഗുണം. ഇതുപോലുള്ള ഒരുപാട് ബഹുമുഖ പ്രതിഭകളെ കൂടി അവർക്കൊരു കൃത്യമായൊരു ഇടം കൂടി നൽകാൻ പറ്റുന്നു എന്നുള്ളതാണ്. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KM, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.